എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ പറയുന്ന വീഡിയോ നമ്മൾ കുറേ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു, പല തരത്തിലുള്ളത്. ഇതൊരു പ്രത്യേകതരം വീഡിയോ ആണ്. പ്രത്യേകതരം എന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇത് നമുക്ക് കുറച്ച് എനർജി കിട്ടുന്ന സംഗതികൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ജീവിതത്തിൻ്റെ എല്ലാവരും നേരത്തെ പറഞ്ഞ പല സമയങ്ങളിൽ പറഞ്ഞ ജീവിതത്തിൻ്റെ തിരക്കെട്ട ഓട്ടങ്ങളിലാണ്. ഈ ഓട്ടങ്ങളുടെ ഇടയിൽ കുറച്ച് സമയത്തിന് വിനിയോഗിക്കുക, കുറച്ച് നേരം ഇങ്ങനെ പ്രീത്തെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ വലിയ സംഗതികളൊന്നുമില്ല, നമ്മൾ തലയിലെടുത്തുകൊണ്ട് പൊന്താത്ത സംഗതി, ചെറിയൊരു സംഗതി. പ്രായകാലത്ത് പരീക്ഷിച്ച് നോക്കാം, എൻ്റെ അനുഭവത്തിലുണ്ട്. അതാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മളെ എനർജി നമ്മളെ രണ്ട് കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എനർജി തുടയിൽ കൂടെ ഇങ്ങനെ കയറി വന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെ കയറി വന്നിട്ട് നമ്മളെ തലയിലെത്തിയിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാൽ സങ്കല്പിക്കുക. ഇങ്ങനെ ശ്വാസോച്ഛ്വാസം എടുക്കണം. ശ്വാസോച്ഛ്വാസം വിരിഞ്ഞ് നിൽക്കാൻ സങ്കല്പിച്ചിട്ട് പിന്നെ അത് അവിടെ എത്തിയിട്ട് വിരിഞ്ഞിക്കുമ്പോൾ പിന്നെ രണ്ട് ശ്വാസം വിടുക, പിടിച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ ആ കുറച്ച് നേരം അതങ്ങനെ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും വേദനയുള്ള സ്ഥലത്തേക്ക് അതങ്ങനെ പിന്നെയായിട്ട് പോകുന്നതായിട്ട് അങ്ങോട്ട് തള്ളി നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് അങ്ങോട്ട് ഇത് വിടുന്നതായിട്ട് വിചാരിക്കുക. ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് അങ്ങനെ ഇവിടെ നമ്മൾ തലയിൽ വിരിഞ്ഞിരിക്കുന്ന വിചാരിച്ചിട്ട് ഇപ്പോൾ തലവേദനയാണെന്ന് വെച്ചാൽ അവിടേക്ക് ഇങ്ങനെ വിചാരിച്ചെടുത്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോകുന്നതായിട്ട് വിചാരിക്കുക. അങ്ങനെ ചെയ്യാം. ഇത്രയും പണിയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ശ്വാസോച്ഛ്വാസം അങ്ങനെ ചെയ്താൽ മതി. നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഞാൻ വെറുതെ ടെക്നിക്ക് ഞാൻ പഠിച്ചെടുത്താണ് എനിക്കൊരാൾ പറഞ്ഞതെന്നാണ്. അയാൾ നല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിവുള്ള ഒരാൾ എനിക്ക് പറഞ്ഞു തന്നാണ്. അപ്പോൾ അതെനിക്ക് പ്രായോഗിക തലത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ അനുഭവത്തിൽ വിജയം കണ്ടെത്തിയതുകൊണ്ട് നിങ്ങൾക്ക് കൈമാറുന്നു. നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം, അത്ര തന്നെ. പിന്നെ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ശ്വാസം വലിക്കുക. അങ്ങനെ ഒന്നുകൂടെ തുടങ്ങാട്ടാ. ഇങ്ങനെ നമുക്ക് കുറേ നേരം ചെയ്യാം. കുറച്ച് നേരം അവനവൻ്റെ ഇതിനനുസരിച്ച് ചെയ്യാം. പക്ഷെ കുറേ നേരം ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് ചെയ്യാം. കുറേ നേരം ചെയ്തതിന് ശേഷം വേദനയുള്ള സ്ഥലങ്ങളിലേക്കാണ്ട് പോകുന്നതായിട്ട് വിചാരിക്കുക. നമ്മളങ്ങനെയല്ല, മനസ്സാണ് അങ്ങനെ അതുകൊണ്ട് വിരിഞ്ഞിക്കുന്ന വേദന സ്ഥലത്തേക്ക് ചെല്ലുന്നതായിട്ട് വിചാരിക്കുക, വിരിഞ്ഞിക്കുന്നതായിട്ട് കുറച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിജയിക്കും. അസുഖങ്ങൾ മാറാനും പോസിറ്റീവായിട്ട് എനർജി കിട്ടാനും അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് മാറും. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേദനകൾ മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടുതൽ 2-3 ആമുഖമായിട്ട് പറയാം. അപ്പോൾ എല്ലാവരെയും അടിച്ചേൽപ്പിക്കല്ല, ഒരാൾ അടിച്ചേൽപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാമല്ലോ. ഇത് ഞാൻ കുറച്ച് കൂടുതൽ എൻ്റെ പ്രിൻസിപ്പിളിൽ പോയതാണെങ്കിൽ കൂടി ഗുരുനാഥൻ്റെ പ്രണവ ഗ്രന്ഥം എന്നൊരു പുസ്തകമുണ്ട്. അതിപ്പോൾ ഒ വിജയൻ സാറിൻ്റെയൊക്കെ നമ്മളെ ഗുരുസാഗരത്തിൻ്റെ ഒരു തരം പുസ്തകമാണ്. അതിപ്പോൾ ബിസിനസ്സിനും വിപണിയിലേക്കും ഒന്നും വന്നിട്ടില്ല. അതിൽ കുറേ സംഗതികൾ ആകാശത്തിനും അന്ധകാരത്തിനും മോചനം വിശ്വപ്രകൃതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വരുന്നുണ്ട്. അവതരണം നല്ല സ്റ്റൈലായിട്ട്. അതിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ജീവനാണ്. മറ്റു ജീവികൾക്കും അവയുടെ ജീവൻ വിലപ്പെട്ടതാണ്. അവയെ ദ്രോഹിക്കാതിരിക്കാന്നൊരു പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. അതും കൂടെ എടുത്ത് 2 വാക്കുകൾ പറയാം. എല്ലാവർക്കും അങ്ങനെ ദ്രോഹിക്കുന്നതിൽ താല്പര്യം. ചെറിയൊരു ശതമാനം ആർക്കെങ്കിലും ഒരു ശതമാനമൊക്കെ ഉണ്ടാവുന്നത്, അതുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് നല്ലത്, മനുഷ്യൻ്റെ കുടൽ വലിയ കുടലാണ്, 10-30 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ മറ്റു ജീവികൾക്ക് ചെറുതാണ്, 4-5 അങ്ങോട്ട് കൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പച്ചക്കറി അങ്ങനത്തെ സംഗതികളാണ് കൂടുതൽ നല്ലത്, ഫ്രൂട്ട്സോ പച്ചക്കറിയൊക്കെ തന്നെ. അപ്പം എല്ലാവരും നിങ്ങളങ്ങനെ കഴിക്കാൻ പാടുന്നില്ല, അത് ഞാൻ പറഞ്ഞു. പിന്നെ നെഗറ്റീവ് ഫോഴ്സാണ്. ഏത് ജീവി മരിക്കാൻ കാലത്ത് നെഗറ്റീവ് ഫോഴ്സ് ഉണ്ട്, ഒരുതരം വിഷം ഉൽപ്പാദിപ്പിക്കുന്നതാണ് പറയുന്നത്. അതപ്പം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവായിട്ട് സ്വാഭാവികമായിട്ട് മാറും. അപ്പം അങ്ങനെ വരുന്നൊക്കെ സ്വാഭാവികമായിട്ട് നെഗറ്റീവായിട്ട് വരുമല്ലോ. അപ്പം നെഗറ്റീവ് സംഗതികൾ എല്ലാ അസുഖങ്ങൾക്കും കാരണമാവുന്നല്ലേ പറഞ്ഞു. പല സൂക്കടുകൾ കമ്പോളയ്ക്കോ പലതും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഗതി. അപ്പോൾ ഈ പറഞ്ഞ സംഗതികൾ, നിങ്ങൾ കേട്ട സംഗതികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ, അതെൻ്റെ വാക്കുകൾക്ക് സാധിക്കുമെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരുന്ന സാധിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ വാക്കുകൾ ശ്രവിച്ച നല്ലവരായ ഹൃദയം നിറഞ്ഞ ശ്രോതാക്കൾക്കും അതുപോലെ കാഴ്ചക്കാർക്കും, കേൾക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുന്നു.